നമസ്കാരം. ഇന്നലെ രാത്രി എടക്കര അങ്ങാടിയിൽ കുലുക്കി സർബത്ത് വിൽക്കുന്ന കടകളിൽ എടക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധന നടത്തിയതാണ്. സത്യത്തിൽ ഇവർ പരിശോധന നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എടക്കരയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന എന്നുള്ളതാണ് പറഞ്ഞത്. കുലുക്കി സർബത്ത് കുടിക്കുന്നതുകൊണ്ടാണ് മഞ്ഞപ്പിത്തം പടരുന്നത് എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പരിശോധന ഇവിടെയുള്ള വലിയ വലിയ ഹോട്ടലുകളിലും കുൾബാറുകളിലും ഒന്നും ഇവർ നടത്തുന്നില്ല എന്നുള്ളതാണ് വളരെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഇതേ വെള്ളം ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവരും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോടും അതുപോലെ തന്നെ എടക്കര ഗ്രാമപഞ്ചായത്തിനോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളിപ്പോൾ ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ട് പുറകിലൊരു പഞ്ചായത്ത് കിണറുണ്ട്. അത് ഏറ്റവും അവസാനം നിങ്ങൾ ക്ലോറിനേഷൻ ചെയ്ത ഡേറ്റ് ഒന്ന് പറയാൻ പറ്റുമോ ജനങ്ങളോട്? അതുപോലെ തന്നെ നമ്മുടെ എടക്കരയിലുള്ള റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഡ്രൈനേജ് എന്ന് തുറന്ന് വൃത്തിയാക്കിയതാണ് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് പറയണം. കാരണം ദുർഗന്ധം വമിച്ചിട്ട് എടക്കര അങ്ങാടിയിൽ രാത്രിയായാൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. പല ഷോപ്പുകളും കഴുകി വൃത്തിയാക്കുന്ന വെള്ളം ഈ ഡ്രൈനേജിലേക്കാണ് അടിച്ചു വിടുന്നത്. അതുപോലെ തന്നെ പല കടകളിൽ നിന്നും ഡയറക്റ്റ് ഡ്രൈനേജുകളിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. ഈ വെള്ളമാണ് വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ ജലനിധിയൊക്കെ പമ്പ് ചെയ്തുകൊണ്ട് പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. സത്യത്തിൽ ഇത്തരത്തിലുള്ള വെള്ളം കുടിക്കുന്നവർക്കല്ലേ മഞ്ഞപ്പിത്തവും അതുപോലെ തന്നെ മാറാരോഗങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടത്. അത്തരത്തിൽ പരിപാടികൾ ചെയ്യുന്നത് കൊണ്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും കൃത്യമായ പരിശോധനകളില്ലാത്തത് കൊണ്ടല്ലേ ഈ രീതിയിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്.